നമസ്കാരം. ഇനി പിണറായി വിജയൻ സർക്കാരിൻ്റെ മുമ്പിൽ ഏതാണ്ട് 1.25 കൊല്ലം കൂടി ബാക്കിയുണ്ട്. ഈ 1.25 കൊല്ലം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കൃത്യമായി ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കൽ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞെന്ന് വരില്ല. അടുത്ത തവണ അധികാരത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപക്ഷെ കേരളത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടാം. ഇനി അഥവാ കമ്മ്യൂണിസം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ കൂട്ടത്തോടുകൂടി CPIയിലേക്ക് ചേക്കേറിയത് വരാം. കാരണം CPIM അത്രമാത്രം മലിനപ്പെട്ട് മാലിന്യ കൂമ്പാരമായി തിന്മയുടെയും അഴിമതിയുടെയും അക്രമ രാഷ്ട്രീയത്തിൻ്റെയും പ്രതീകമായി മാറിയിരിക്കുന്നു. സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും പശ്ചിമ ബംഗാളിലുമൊക്കെ തകർന്നടിഞ്ഞതുപോലെ ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുകയാണ് CPM ഭീകരവാദം കേരളത്തിലും. എന്നാൽ സർക്കാരിൻ്റെ മുമ്പിൽ മുഖം മിനുക്കാൻ അധികം വഴികളൊന്നുമില്ല. കഴിഞ്ഞ 8.5 വർഷമായി ഈ നാട് കുട്ടിച്ചോറാക്കി ഒരു തരത്തിലുള്ള വരുമാന മാർഗവും ഇല്ലാതാക്കി കേന്ദ്രത്തെ കബളിപ്പിച്ച് കടം വാങ്ങി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ സർക്കാർ കടം കിട്ടാതായതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ മിഴിച്ചു നിൽക്കുകയാണ്. മുഖം മിനുക്കുന്നതിന് വേണ്ടി അവരുടെ മുമ്പിൽ 2 വഴികളാണുള്ളത്. ഒന്ന്, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങി വികസിപ്പിച്ചെടുക്കുക. ഉമ്മൻചാണ്ടി ചരിത്രത്തിൽ ഇടം പിടിച്ചത് അത്തരം വലിയ പദ്ധതികൾ കൊണ്ടാണ്. വിഴിഞ്ഞമാണെങ്കിലും കൊച്ചി മെട്രോയാണെങ്കിലും കണ്ണൂർ എയർപോർട്ടാണെങ്കിലും അത് ഉമ്മൻചാണ്ടിയുടെ നേട്ടമായിരുന്നു. ആ പദ്ധതികളൊക്കെ പൂർത്തിയായപ്പോൾ അതിൻ്റെ പേരിൽ മേനി നടിക്കാനല്ലാതെ സ്വന്തമായി ഒരു പദ്ധതിയും ചെയ്യാൻ, ഒരു തൊഴിലവസരവും സൃഷ്ടിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തിയിട്ട് 2 ലക്ഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങി ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുത്തു എന്ന് നുണ പറയാനല്ലാതെ ഒരു പദ്ധതിയും അവരുടെ മുമ്പിലില്ല. അതുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയതോടെ തിരുത്തുന്നതിന് വേണ്ടിയും സർക്കാരിൻ്റെ മുഖം മിനുക്കുന്നതിന് വേണ്ടിയും അടിയന്തരമായി പിണറായി യോഗം ചേർന്നതും നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ചതും. അതിലൊന്ന് 100 ദിന പരിപാടിയായിരുന്നു. ജൂലൈ മാസം 15-ാം തീയതി തുടങ്ങി ഒക്ടോബർ മാസം 22-ാം തീയതി അവസാനിപ്പിക്കേണ്ട 100 ദിന പരിപാടിയിൽ പൂർത്തിയാക്കേണ്ടത് 1070 പദ്ധതികളാണ്. ഒരു മാസം പിന്നിട്ടിട്ടും ഇതുവരെ പൂർത്തിയായത് 4 പദ്ധതികൾ മാത്രം. അതായത് ഇനി 2 മാസം കൂടി ബാക്കിയാകുമ്പോൾ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം കിടക്കുന്നു. അതിന് വേണ്ടത് 13,043 കോടി രൂപയാണ്. ഈ പണം സർക്കാരിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ആ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളെല്ലാം ജലരേഖയായി മാറിയേക്കുമെന്ന് കണക്കാക്കുന്നു. കടം വാങ്ങിയാണ് ഇതുവരെ എന്തെങ്കിലും ചെയ്തത്. എന്നാൽ സർക്കാരിൻ്റെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞതോടെ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ വരുന്ന ഡിസംബർ വരെ 21,253 കോടി രൂപയാണ് കടം വാങ്ങാൻ അനുവദിച്ചിരിക്കുന്നത്. അതിൽ 3,700 കോടി ഒഴികെ ബാക്കി തുക മുഴുവൻ ഇതിനോടകം കടം വാങ്ങിയിരിക്കുന്നു. ഇനി വെറും 3,700 കോടി രൂപ മാത്രമാണ് ഡിസംബർ 31 വരെ ഈ സർക്കാരിന് വാങ്ങാൻ കഴിയുക. അതിനുശേഷം എത്ര വാങ്ങാൻ കഴിയും മാർച്ച് 31 വരെ എന്നതിൻ്റെ ലിസ്റ്റും പുറത്തു വന്നിട്ടില്ല. എന്നാൽ 100 ദിന പരിപാടിക്കുള്ള 13,000 കോടി രൂപയ്ക്ക് പുറമെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളായി മുഖം മുനുക്കാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾക്ക് വേണ്ട 20,000 കോടിയും ഉൾപ്പെടുത്തുമ്പോൾ 33,000 കോടി രൂപ കുറഞ്ഞതുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക ഇവിടെ ബാക്കിയാണ്. നേരത്തെ പ്രഖ്യാപിച്ചതനുസരിച്ച് ക്ഷേമ പെൻഷൻ 2 മാസത്തെ കുടിശ്ശിക ഈ വർഷം ഉത്സവത്തോടനുബന്ധിച്ച് കൊടുക്കണം. അതായത് ഓണത്തിനും ക്രിസ്മസിനും. അതിന് മാത്രം വേണ്ടി വരുന്നത് 1,800 കോടി രൂപയാണ്. ഏതാണ്ട് 50,000 കോടി രൂപ സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA കുടിശ്ശിക കിടപ്പുണ്ട്. ഇപ്പോൾ ഓണമായതോടെ സർക്കാർ ഉത്സവ ബത്ത കൊടുക്കാൻ 700 കോടി വേണം. അസംഘടിത മേഖലയിൽ കൊടുക്കാനുള്ള ഉത്സവ ബത്ത 600 കോടിയാണ്. ഇതിനൊന്നും സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല. കിട്ടിക്കൊണ്ടിരിക്കുന്ന പണം കൊണ്ട് എങ്ങനെയെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം കൊടുക്കുക, പെൻഷൻ കൊടുക്കുക, കുറച്ച് പലിശ അടയ്ക്കുക എന്നതല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഈ കുടിശ്ശികയെല്ലാം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ വേണം 20,000 കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിക്ക് വേണ്ടി കണ്ടെത്താൻ. ശമ്പളവും പെൻഷനും ക്ഷേമ പെൻഷനും പോലും കൊടുക്കാൻ കഴിയാത്ത സർക്കാർ എങ്ങനെയെങ്കിലും കേന്ദ്രത്തെ പഴി പറഞ്ഞ് ദുരിതാശ്വാസത്തിൻ്റെ പേരിലെങ്കിലും 2,000 കോടി കിട്ടിയാൽ കിട്ടട്ടെ എന്ന് കാത്തിരിക്കുന്നു. വാസ്തവത്തിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായി 20,000 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ സർക്കാരിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും പണം അടിച്ചു മാറ്റുക എന്നത് തന്നെയായിരുന്നു. എല്ലാ വികസന പദ്ധതികളും പ്രഖ്യാപിക്കുന്നത് ഈ സർക്കാരിന് വേണ്ടപ്പെട്ട ഊരാളുങ്കൽ സൊസൈറ്റി അടക്കമുള്ളവർക്ക് പണമുണ്ടാക്കാനുള്ള എളുപ്പവഴി എന്ന നിലയിലാണ്. കഴിഞ്ഞ കുറേ കാലമായി നിർത്തിവെച്ചെങ്കിലും തുടക്കം മുതൽ എല്ലാ പദ്ധതിയുടെയും പിന്നിൽ ഒരു കൺസൾട്ടൻസിയെ നിയമിച്ച് അങ്ങനെയും വളഞ്ഞ വഴിയിലൂടെ അവർ പണം അടിച്ചു മാറ്റിയിരുന്നു.
എല്ലാ പദ്ധതികളുടെയും പിന്നിൽ കമ്മീഷനാണ്. എന്നാൽ ഒരു പദ്ധതിയും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വെള്ളം കുടിക്കുന്നു ഈ സർക്കാർ. മുഖം മിനുക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 10ഓളം വലിയ പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ വിഴിഞ്ഞം മുതൽ ബേക്കൽ വരെയുള്ള ജലപാതയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് 6000 കോടിയാണ്. 1200 കോടി കിഫ്ബി വഴി കൊടുത്തു. കിഫ്ബി മെലിഞ്ഞുണങ്ങിയിരിക്കുന്നത് കൊണ്ട് ഒരു നയാ പൈസ പോലും ഇനി കൂടുതലായി കൊടുക്കില്ല. ആകപ്പാടെ പദ്ധതിക്ക് വേണ്ടി 200 കോടി മുടക്കി സ്ഥലം ഏറ്റെടുത്തതൊഴിച്ചാൽ മറ്റൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. 1611 കോടിയുടെ കെ-ഫോണിൽ ഇതുവരെ മുടക്കിയത് 750 കോടി. ബാക്കി തുക കണ്ടെത്തിയാലും കെ-ഫോൺ പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. പൂർത്തിയാക്കിയത് കൊണ്ടൊന്നും ആർക്കും ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. മെട്രോയുടെ 2ാം ഘട്ടം പൂർത്തിയാകണമെങ്കിൽ 2000 കോടി അധികമായി കണ്ടെത്തണം. സംസ്ഥാനം കണ്ടെത്തേണ്ട തുകയുടെ കാര്യമാണ് ഈ പറയുന്നത്. 2000 കോടി പോയിട്ട് 2 കോടി കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ അത് സാധിക്കും? വയനാട് തുരങ്കപാതയ്ക്ക് 2043 കോടിയാണ് പ്രഖ്യാപിച്ചത്. 1 രൂപ പോലും കണ്ടെത്താനോ തുടങ്ങാനോ സാധിച്ചിട്ടില്ല. മട്ടന്നൂർ ഇന്റർനാഷണൽ ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന് 240 കോടി വേണം. മലയോര ഹൈവേ പൂർത്തിയാക്കാനുള്ള 3505-ൽ പകുതി പോലും ഇതുവരെ കണ്ടെത്താനോ പൂർത്തിയാക്കാനോ കഴിഞ്ഞിട്ടില്ല. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയിൽ കേരളം കൊടുക്കാനുള്ള 1344 കോടി രൂപ കുടിശ്ശികയാണ്. ഗിഫ്റ്റ് സിറ്റി പദ്ധതിക്ക് വേണ്ടിയും കൊടുക്കണം 840 കോടി. മുഴുപ്പിലങ്ങാടി ബീച്ച് നിർമ്മാണത്തിന്റെ 233 കോടിയിൽ പകുതി പോലും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ കയ്യിൽ 5 നയാ പൈസ ഇല്ലാതെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നു ധനമന്ത്രി KN ബാലഗോപാൽ. ഈ സർക്കാർ നേരിടുന്നത് ഇതിനു മുമ്പ് ഒരു സർക്കാരും നേരിട്ടിട്ടില്ലാത്ത ധനപ്രതിസന്ധിയാണ്.